ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രിഡ് ഡ്രോയിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഗ്രിഡ് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും പലർക്കും അറിയത്തില്ല ഗ്രിഡ് വരയ്ക്കുന്ന എത്ര അളവിലാണ്, എത്ര സെൻറ്റിമീറ്റർ അളവെടുത്ത് ആ ബോക്സ് വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഗ്രിഡ് ലൈൻസ് വരയ്ക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പേപ്പർ ഏതാണോ ആ പേപ്പറിനനുസരിച്ച് നമുക്ക് അളവുകൾ കൂട്ടാം. അതായത് ഇപ്പോൾ നിങ്ങൾ പേപ്പർ സൈസ് കൂടിയ പേപ്പറാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ബോക്സ് വരയ്ക്കുക. അതായത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ആ പേപ്പറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് പിക്ചർ വേണമെങ്കിൽ നമ്മൾ ബോക്സിൻ്റെ സൈസ് കൂട്ടുക, സെൻറ്റിമീറ്റർ കൂട്ടുക വരയ്ക്കുമ്പോൾ. ഇപ്പോൾ ചെറിയ പേപ്പറാണെങ്കിൽ അതനുസരിച്ചുള്ള സെൻറ്റിമീറ്റർ വരയ്ക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പടം പിക്ചർ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അത് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ എടുക്കുന്ന അളവുകളും കാര്യങ്ങളും, ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന അളവുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ A4 സൈസ് പേപ്പറിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. ഞാൻ ഏകദേശം അതിന് സെൻറ്ററിലായിട്ട് നടുവിലായിട്ടാണ് വരയ്ക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് ഞാൻ ആ പേപ്പറിൽ വരയ്ക്കുന്നില്ല. അപ്പം നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വരച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ എളുപ്പത്തിന് ഞാനൊരു അളവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ അളവ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കങ്ങനെയാണ് നോക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 70 GM's A4 പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് സ്കെയിലിങ് മുകളിൽ നിന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾ താഴേക്ക് 6 സെൻറ്റിമീറ്റർ അളവെടുക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ അളവെടുക്കുന്നു. എന്നിട്ട് ഇട്ട ഡോട്ട് തമ്മിൽ നമ്മൾ കൂട്ടി വരയ്ക്കുന്നു. അതിനുശേഷം ഈ സൈഡിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ആ വരയെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ച് താഴേക്ക് വരയ്ക്കുന്നു. 2 സെൻറ്റിമീറ്റർ വെച്ച് 9 ബോക്സ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ലൈൻസ് ഇടുന്നു. അതേപോലെ തന്നെ ഇവിടെയും 2 സെൻറ്റിമീറ്റർ വെച്ച് ആ വരെ ചേർത്ത് വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ താഴേക്ക് 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് വരയ്ക്കുന്നു. അവിടെയും 9 ബോക്സ്. താഴത്തെ ഡോട്ട് തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നു. അതിനുശേഷം സ്കെയിൽ മുകളിലത്തെ വരയിൽ വെച്ചിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ച് 8 ബോക്സിനുള്ള വരയ്ക്കുന്നു. അതേപോലെ തന്നെ താഴേക്കും സെയിം അളവ്, സെയിം മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നു. നമ്മൾ അവസാനം വരച്ച ഡോട്ടും മുകളിൽ അവസാനം വരച്ച ഡോട്ടും നമ്മൾ കൂട്ടി വരയ്ക്കുന്നു. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞ് നമ്മൾ താഴോട്ടുള്ള ബോക്സ് വരയ്ക്കുന്നു. അത് വരയ്ക്കുമ്പം വരച്ച് വെച്ചിരുന്ന ആ വരയുടെ മുട്ടിച്ച് വരച്ചാൽ മതി, അതിൻ്റെ പുറത്തേക്ക് പോകണ്ട. അപ്പോൾ ആ 9 ബോക്സും താഴേക്കും വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബോക്സിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം, വരച്ച് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ഇടാൻ അറിയത്തില്ലാത്തവർ ഉണ്ടാവും, അവരിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.